അഭിപ്രായം. അജിത്ത് എന്നോടൊപ്പം ചേരുന്നു ചേർത്തലയിൽ നിന്ന്. ശ്രീ അജിത്ത്. നമസ്കാരം. നമസ്കാരം. ശ്രീ അജിത്തിന് എന്ത് തോന്നുന്നു? ഇത് ദി കേരള സ്റ്റോറിക്ക് ചില പിന്നെ 2 അവാർഡൊക്കെ കഴിഞ്ഞ തവണ കിട്ടി അല്ലേ? സുദീപ്തോ സെന്നിന് കിട്ടി, സിനിമാറ്റോഗ്രാഫിക്ക് കിട്ടി. സുദീപ്തോ സെൻ അതിൻ്റെ സംവിധായകനായിരുന്നു. ഇപ്പോൾ ബിയോണ്ട് കേരള സ്റ്റോറി എന്ന പുതിയ ചിത്രം വരുന്നു. അതിൻ്റെ സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗ് ആണ്. അദ്ദേഹം ഇതിൻ്റെ പുതിയ, അതായത് 2ാം വർഷൻ്റെ സംവിധായകൻ എന്ന നിലയിലാണ് വരുന്നത്. പുതിയ താരങ്ങൾ വരുന്നു. ഉൽക്ക ഗുപ്ത വരുന്നു, അതിഥി ഭാട്ടിയ വരുന്നു, ഐശ്വര്യ ഓജ വരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ സിനിമയിൽ നായികമാരായി എത്തുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ ഈ തവണ എന്ത് പ്രതിഫലനം സൃഷ്ടിക്കും എന്നാണ് ശ്രീ അജിത്ത് കരുതുന്നത്? അല്ല, കേരളത്തില് മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തില് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ഇതേപോലെ ഇഷ്യൂസ് വരാറുണ്ട്. പക്ഷെ കേരളത്തില് നമ്മള് കേൾക്കുന്നില്ല, ഓഡിയോ അപ്പോ കേരളത്തില് സ്വാഭാവികമായിട്ടും നമുക്കറിയാം വിദ്യാഭ്യാസമുള്ള ജനവിഭാഗമുള്ളൊരു സംസ്ഥാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജനങ്ങളുള്ള നാടാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യത്തിന്റെയോ മതപരമായ താല്പര്യത്തിന്റെയോ അടിസ്ഥാനത്തില് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പടത്തെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യുന്നത് ഭൂഷണമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കലയെ കലയായിട്ട് തന്നെ കാണുക, ആ തരത്തില് മുന്നോട്ട് പോവുക. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഇന്നിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ ന്യൂസ് സിറ്റിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് നമുക്കറിയാം. ഒരു ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളൊരു വിഷയം, ഒരു കുട്ടി മരിക്കാനിടയായ സംഭവം. അപ്പൊ നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആരോഗ്യ മേഖല വെൽ പ്ലാൻഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിനെ പ്രമേയമാക്കിക്കൊണ്ടൊരു സിനിമ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതല്ല കേരള സ്റ്റോറി എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇല്ല. അതേപോലെ തന്നെ ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ ഒന്നിലധികം വരുന്നതായിട്ടുള്ള പല ഇൻസിഡന്റുകൾ ഈ കഥയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടാവാം. അത് ചിത്രീകരിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പൊതുസമൂഹത്തിനൊരു ജാഗ്രത ഉണ്ടാക്കാൻ സാധിക്കും. ഏതെങ്കിലും കുട്ടികൾ അറിയാതെ ഇതുപോലുള്ള സംഭവങ്ങളിലൊക്കെ ഉൾപ്പെടുകയാണെങ്കിൽ പിന്തിരിഞ്ഞ് പോകുന്നതിനുള്ള കാരണം ഉണ്ടാകും. ഇപ്പം മദ്യത്തിന്റെ കാര്യത്തിലാണേലും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ നടത്തുന്ന ജനജാഗരണ സന്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ കണ്ടാൽ മതി. അല്ലാതെ ഇതിനെ നമ്മൾ ഒരു പൊതുവായ ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷനിൽ എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഷനിൽ കേൾക്കാമോ? ഷനിലിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സഞ്ജു കൂടി എന്നോടൊപ്പം ചേരുന്നു എറണാകുളത്ത് നിന്ന്. ഹലോ. സഞ്ജു എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃപ്പൂണിത്തറ. സഞ്ജു, ഈ ട്രailer-ൽ നിന്ന് എന്ത് മനസ്സിലാക്കണം കേരള സമൂഹം? സഞ്ജു, ഞാൻ കണ്ടിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് അടുത്തതിനോടുകൂടി സംഘപരിവാർ സംഘടന ചെയ്യുന്ന ഒരു നെഗറ്റീവ്. ഈ സംഭവം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ബീഫ് കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഉണ്ട്? എല്ലാരും കഴിക്കുന്നത്, ഇവിടെ ഹിന്ദുക്കളും കഴിക്കും, മുസ്ലിംസും കഴിക്കും, ക്രിസ്ത്യാനികളും കഴിക്കും. ബീഫ് എല്ലാവരും കഴിക്കും. ബീഫ് നിർബന്ധിച്ച് ഇവിടെ ആരും കഴിപ്പിക്കുന്നില്ല. പന്നിയും കഴിക്കും, എല്ലാം കഴിക്കും. അപ്പൊ ഇവര് തെരഞ്ഞെടുപ്പ് അടുത്ത് ഇവര് സംഭവം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഭവം. ഇത് കേരളത്തിലൊന്നും ഏശാൻ പോകുന്നില്ല. കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവമൊന്നും ഏക്കത്തുമില്ല. അത്ര. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ജയരാജ് കൂടി ചേരുകയാണ്. ശ്രീ ജയരാജ്. യെസ്. അപ്പോൾ ജയരാജ്, ഇപ്പം എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം, ഇപ്പോൾ ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഒരാളെ ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും തീവ്രവാദ പ്രവർത്തനം രാജ്യത്ത് നടക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നതിൽ തർക്കമില്ല. ഡോക്ടർമാരുൾപ്പെടെയുള്ള നല്ല വിദ്യാസമ്പന്നരായ ആളുകളെ സ്വാധീനിക്കാൻ ഈ സംഘങ്ങൾ കഴിയുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ ഇത് അത്തരം തീവ്രവാദത്തിനെതിരെയുള്ളൊരു സന്ദേശമായി കാണണോ, അതോ ഇത് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള ഒരു സംഘടിത നീക്കമായാണോ ഈ സിനിമയെ ശ്രീ ജയരാജ് കാണുന്നത്? നമസ്കാരം മനു സാറേ. നമസ്കാരം. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചോദ്യം, അത് നമ്മൾ ഈ കേരള സ്റ്റോറി ഇവിടെ മുമ്പ് വന്നു പോയൊരു
കേരളത്തിൽ വന്നിട്ട് നിലം തൊടാതെ പോയൊരു സാധനമാണ്. പക്ഷേ അത് കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അതിന് അവാർഡ് കൂടെ കിട്ടും നമ്മൾ കണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.